ശാലീന സൗന്ദര്യമേ. ആ പാട്ട് എൻ്റെ കർണപടങ്ങളിൽ പ്രതിയാദ്യം പറയാൻ എനിക്ക് ഓർമ്മയില്ല. എന്നെ വല്ലാതെ ആ പാട്ടിൻ്റെ ആ ഈണം വല്ലാതെ ഇഷ്ടപ്പെട്ടവൻ ഇത് ഏത് പാട്ട് അതറിയത്തില്ലേ, അത് ഇന്നാല് അത് ആലപ്പിനങ്ങാതിൻ്റെ പാട്ട് ഏത് പാട്ട് അത് എനിക്കപ്പോഴും നമ്പരും അപ്പം വാങ്ങിക്കുകയാണ്. അദ്ദേഹം നമ്പർ ഞാൻ വാങ്ങിക്കുന്നത് ഞാൻ ഫോൺ ചെയ്യും. പുള്ളി പോലും പ്രതീക്ഷിച്ചില്ല. പിറ്റേ ദിവസം ഹോട്ടൽ ഗീത് വരാൻ പറയുന്നു, എന്നെ കാണണമെന്ന് തോന്നുന്നു. കണ്ടപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്ത പടമാണ് ആരെങ്കിലും. അതുകൊണ്ട് തന്നെ പുള്ളി എനിക്കായിട്ട് ക്യാൻവാസ് ചെയ്ത് ഞാൻ പുള്ളിക്ക് അവസരം കൊടുത്തൊന്നുമില്ല. 2 പാട്ടുണ്ടെന്ന് പറഞ്ഞു, മാഷ ഇങ്ങനെയാണ് സംഭവം. പുള്ളി വളരെ പുള്ളി കണ്ട് ഇഷ്ടപ്പെട്ടത് ഒരു വിധേയത്വം കാണിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് എനിക്ക് തോന്നി. പുള്ളി തരങ്കണിയിൽ നിങ്ങൾ ഇത്രയല്ല ശ്രദ്ധിക്കുന്നുണ്ടോന്ന്, പുള്ളി തരങ്കണിയിൽ ഈ കമ്പോസ് ചെയ്ത് ഓർക്കസ്ട്രേഷൻ ഫൈനൽ ചെയ്തുകൊണ്ട് പുള്ളി നിൽക്കുന്നൊരു നിപ്പൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് എൻ്റെ ആ ഓടക്കുഴലിനെ ഒന്ന് ഓമന ചെയ്യാൻ നേതാക്കിയാണ് പുള്ളി പറയുന്നത്. ആ എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനെ ഒന്ന് ഓമനിച്ചേണ്ടേ ആ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ ഞാൻ ആ മുഖം എപ്പോഴും ഓർക്കുക. ആ ആത്മാർത്ഥമുള്ള പാട്ട്. അതുകൊണ്ടാണ് ശാലീന സൗന്ദര്യമായ പാട്ടൊക്കെ ആൾക്കാരെ മനസ്സിൽ പതിക്കുന്നത്. ശാലീന സൗന്ദര്യമേ.